നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന്റെ തിരിച്ചുവരവ്. നഗരസഭകളിലും ത്രിതല പഞ്ചായത്തുകളിലും UDFന് തകർപ്പൻ മുന്നേറ്റം. ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിയേറ്റ് LDF. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച് NDA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നില മെച്ചപ്പെടുത്തി UDF. ജില്ലയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ 7 പഞ്ചായത്തുകൾ. 10 വർഷത്തിനു ശേഷം ചരിത്ര വിജയവുമായി തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച് UDF. LDF തകർന്നടിഞ്ഞപ്പോൾ NDA നില മെച്ചപ്പെടുത്തി. നഗരസഭകളുടെ ഭരണത്തിൽ ജില്ലയിൽ തൽസ്ഥിതി തുടരും. 5 നഗരസഭകളിൽ LDFും 2 നഗരസഭകളിൽ UDF ഭരണം തുടരും. കുന്നംകുളം നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ LDF. വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മത്സരിച്ച PR അരവിന്ദാക്ഷന് പരാജയം. ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തി LDF. ആകെയുള്ള 30 ഡിവിഷനിൽ 21 ഡിവിഷനിലും LDF മികച്ച വിജയം നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി. 9.5 വർഷത്തെ ഭരണവിരുദ്ധ വികാരമെന്ന് UDFന് വൻമാറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് താജൻ. NDA മുന്നോട്ട് വെച്ച വികസനവും വിശ്വാസവും എന്ന ആശയം ജനങ്ങൾ സ്വീകരിച്ചുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് UDF തേരോട്ടം. നഗര ഗ്രാമങ്ങളിൽ വൻ തിരിച്ചുവരവാണ് UDF നടത്തിയിട്ടുള്ളത്. ആകെയുള്ള 941 പഞ്ചായത്തുകളിൽ 501 പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 77, 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7, 86 നഗരസഭകളിൽ 54, 6 കോർപ്പറേഷനുകളിൽ 4 നേടിയാണ് UDF തിരിച്ചുവരവ് നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം പിടിച്ചെടുത്തു. 2 നഗരസഭകളിലും 25 പഞ്ചായത്തുകളിലും ഭരണം പിടിച്ച് NDA നില മെച്ചപ്പെടുത്തി. തൃശൂർ, കൊച്ചി, കണ്ണൂർ, കൊല്ലം കോർപ്പറേഷനുകളാണ് UDF നേടിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. 28 നഗരസഭകളിലും 64 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലും 341 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് LDF ഭരണം പിടിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നില മെച്ചപ്പെടുത്തി UDF. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഇടതിന്റെ തേരോട്ടമായിരുന്നു. ഇത്തവണ പക്ഷേ UDF നില മെച്ചപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനായതാണ് UDFന്റെ പ്രധാന നേട്ടം. കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട്, വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ നഗരസഭകൾ ഇടതുമുന്നണി നിലനിർത്തിയപ്പോൾ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും UDF നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചാലക്കുടിക്കും ചാവക്കാടിനും പുറമെ മാള, മുല്ലശ്ശേരി എന്നിവ UDF നേടി. പുഴയ്ക്കലിൽ LDFനും UDFനും 7 വീതം സീറ്റുകളാണ്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അന്തിക്കാട്, ചേർപ്പ്, ചൊവ്വന്നൂർ, ഇരിങ്ങാലക്കുട, കൊടകര, മതിലകം, ഒല്ലൂക്കര, പഴയന്നൂർ, തളിക്കുളം, വെള്ളാങ്കല്ലൂർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടതുമുന്നണി നിലനിർത്തി. 86 പഞ്ചായത്തുകളിൽ LDF 44 പഞ്ചായത്തുകളിലും UDF 34 പഞ്ചായത്തുകളിലും മുന്നിലെത്തി. ഔനിശ്ശേരി, ചേലക്കര, കൊടകര, മാള, പാറളം, തളിക്കുളം, വല്ലച്ചിറ എന്നീ 7 പഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ്. തിരുവില്ലാമല പഞ്ചായത്തിൽ NDA ഭൂരിപക്ഷം നേടി. നിലവിലുള്ള 18 വാർഡുകളിൽ NDA 10, LDF 7, മറ്റുള്ളവർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണ BJPക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരം നഷ്ടമായ പഞ്ചായത്താണ് തിരുവില്ലാമല. TCV, തൃശൂർ. ജില്ലയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ 7 പഞ്ചായത്തുകൾ. അവനിശ്ശേരി, ചേലക്കര, കൊടകര, മാള, പാറളം, തളിക്കുളം, വല്ലച്ചിറ എന്നീ പഞ്ചായത്തുകളിലാണ് ആർക്കും ഭൂരിപക്ഷമില്ലാത്തത്. അവനിശ്ശേരി പഞ്ചായത്തിലെ 16 വാർഡുകളിൽ UDF 7, NDA 7, LDF 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണ BJP ഭരണത്തിലുണ്ടായ ജില്ലയിലെ ഏക പഞ്ചായത്തായിരുന്നു അവനിശ്ശേരി. രാജ്യസഭാ MP ആയിരിക്കെ സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്ത് കൂടിയാണിത്. കഴിഞ്ഞ തവണ 3 സീറ്റുണ്ടായിരുന്ന UDF ഇത്തവണ 7ലേക്ക് ഉയർന്നു. 5 സീറ്റുണ്ടായിരുന്ന ഇടതിനെ 2 സീറ്റുകളായി ചുരുങ്ങി. കൊടകര പഞ്ചായത്തിൽ 20 വാർഡുകളാണുള്ളത്. UDF 7, LDF 7, NDA 5, മറ്റുള്ളവർ 1 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. മാളയിലെ 21 വാർഡുകളിൽ LDF 8, UDF 8, NDA 4, മറ്റുള്ളവർ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 17 വാർഡുകളുള്ള പാർലം പഞ്ചായത്തിൽ UDF 6, NDA 6, LDF 5 എന്നിങ്ങനെയാണ് കക്ഷിനില. തളിക്കുളം പഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. UDF 5, LDF 5, NDA 4, മറ്റുള്ളവർ 4 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. 16 വാർഡുകളുള്ള വല്ലച്ചിറ പഞ്ചായത്തിൽ LDF 6, NDA 6, UDF 4 എന്നതാണ് കക്ഷിനില. ചേലക്കര പഞ്ചായത്തിലെ 24 വാർഡുകളിൽ 12 LDF, 12 UDF എന്നിങ്ങനെയാണ് കക്ഷിനില. TCV, തൃശൂർ. 10 വർഷത്തിനു ശേഷം ചരിത്ര വിജയവുമായി തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച UDF. LDF തകർന്നടിഞ്ഞപ്പോൾ NDA നില മെച്ചപ്പെടുത്തി.
തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് നേട്ടത്തോടെയാണ് 10 വർഷം നീണ്ട ഭരണ വരൾച്ചയ്ക്ക് UDF വിരാമം കുറിച്ചത്. 56 ഡിവിഷനുകളിൽ 33 സീറ്റും കൈപ്പിടിയിലൊതുക്കി ഭരണത്തിലേക്ക് കേവല ഭൂരിപക്ഷം എന്ന കടമ്പ അനായാസം കടന്നു നീങ്ങി. വികസന നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റി തുടർഭരണം സ്വപ്നം കണ്ടിറങ്ങിയ LDF ആകട്ടെ കേവലം 11 സീറ്റുകളിൽ ഒതുങ്ങി. അതേസമയം സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ കോർപ്പറേഷനും പിടിച്ചെടുക്കാനിറങ്ങിയ NDAക്ക് SG എഫക്ട് അത്ര കണ്ട് ഗുണം ചെയ്തില്ല. എന്നാൽ 6-ൽ നിന്ന് 8ആയി സീറ്റ് വർദ്ധിപ്പിക്കാനായത് ആശ്വാസമായി. UDFന്റെ തേരോട്ടത്തിൽ പല ചുവപ്പ് കോട്ടകളും തകർന്ന് തരിപ്പണമായി. പലയിടങ്ങളിലും എതിരാളികളെ നിഷ്പ്രഭമാക്കിയ വിജയവും നേടി. ഭൂരിപക്ഷം 1000 കടന്ന 4 പേരിൽ 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു എന്നതും ശ്രദ്ധേയമായി. ലാലൂരിൽ വിജയിച്ച കോൺഗ്രസിന്റെ ലാലി ജെയിംസ് ആണ് ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയത്. 2483 വോട്ട് നേടിയ ലാലി 1527 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. ഇതോടെ LDF മേയർ സ്ഥാനാർത്ഥിയായി കണക്കുകൂട്ടി കളത്തിലിറക്കിയ സാഹിത്യകാരി കൂടിയായ ലിസി ജോയ്ക്ക് ദയനീയ പരാജയം നേരിടേണ്ടി വന്നു. പുതൂർക്കരയിൽ മേഫി ഡെൽസൺ 1130, ഒല്ലൂരിൽ കരോളി ജോഷുവ 1028 എന്നിവരാണ് ഭൂരിപക്ഷം 1000 കടന്ന മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ചരിത്ര വിജയത്തിലും കോട്ടപ്പുറം ഡിവിഷനിലെ നീറുന്ന പരാജയത്തിന്റെ ചരിത്രവും കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. 745 വോട്ടുകൾ വീതം നേടി കോൺഗ്രസിന്റെ K ഗിരീഷ് കുമാറും BJPയുടെ വിനോദ് കൃഷ്ണയും തുല്യത പാലിച്ചതോടെ വിജയിയെ ടോസിലൂടെയാണ് നിർണയിച്ചത്. ഭാഗ്യം വിനോദിനെ കടാക്ഷിച്ചപ്പോൾ UDFന് നഷ്ടമായത് അവസാന നിമിഷം വരെ മുന്നിട്ട് നിന്ന സീറ്റും. പാട്ടുരായ്ക്കൽ ഡിവിഷനിൽ വിജയം ഉറപ്പെന്നു കരുതിയ കോൺഗ്രസിന്റെ ജോൺ ഡാനിയലിനെ തട്ടകം കൈവിട്ടപ്പോൾ കൃഷ്ണമോഹനിലൂടെ BJP സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. കനത്ത തിരിച്ചടിയിലും വടൂക്കരയിൽ 1422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MS സിജിത്ത് LDFന് കരുത്തായി. മുൻ മേയർ അജിത ജയരാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന V നന്ദകുമാർ എന്നിവരുടെ തോൽവി CPMന് കടുത്ത പ്രഹരമായി. വിമതർ വീഴുന്നതിനും വാഴുന്നതിനും തെരഞ്ഞെടുപ്പ് വേദിയായി. കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് വിമതരായി രംഗത്തെത്തിയ 3 പേരിൽ 2 പേരും പരാജയത്തിന്റെ കയ്പുനീർ നുണഞ്ഞു. കുരിയച്ചിറയിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ സജീവനെ പരാജയപ്പെടുത്തിയ ഷോമി ഫ്രാൻസിസ് തന്റെ ജനകീയ പിന്തുണ പാർട്ടിയെ ഓർമ്മപ്പെടുത്തി. സമാന സാഹചര്യം ഉടലെടുത്ത മിഷൻ ക്വാർട്ടേഴ്സിൽ വിമത സ്വരമുയർത്തിയ ജോർജ് ചാണ്ടിയിൽ നിന്ന് കടുത്ത മത്സരമാണ് ബൈജു വർഗീസ് നേരിട്ടത്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട് LDF പിന്തുണയോടെ മത്സരിച്ച നിമ്മീറപ്പായിയെ ഒല്ലൂരും കൈവിട്ടു. വിമത സ്വരമുയർത്തി മുന്നണി വിട്ട മുൻ LDF അംഗങ്ങളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഡിവിഷനായിരുന്നു കൃഷ്ണാപുരം. CPI അംഗവും മുൻ ഡെപ്യൂട്ടി മേയറുമായിരുന്ന ബീന മുരളിയും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ഷീബ ബാബുവും ഉയർത്തിയ വെല്ലുവിളിയിലും LDFന്റെ RJD സ്ഥാനാർത്ഥി സൗമ്യ പ്രതീഷ് 579 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇതോടെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായിരുന്ന ബീന മുരളി LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിലും താഴെ വോട്ടുകൾ മാത്രം നേടി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. NDAക്കൊപ്പം പോയ ഷീബ ബാബു 3ാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു. പാട്ടുരായ്ക്കലിന് പുറമെ പൂങ്കുന്നം, തേക്കിൻകാട്, കൊക്കാല ഡിവിഷനുകൾ നിലനിർത്തിയ BJP പുതിയതായി രൂപീകരിച്ച തിരുവമ്പാടിയും അപ്രതീക്ഷിത വിജയത്തിലൂടെ കണിമംഗലവും അക്കൗണ്ടിൽ അധികമായി കൂട്ടിച്ചേർത്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം നടത്തുന്ന UDFന് കോർപ്പറേഷനിലെ ഈ ചരിത്ര വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇടതിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ UDF കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. ആവേശജയത്തിന്റെ ആഹ്ലാദത്തിലാണ് UDF. തൃശൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് ബേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 7 നഗരസഭകളിൽ LDF 5ഉം UDF 2ഉം നേടി തൽസ്ഥിതി നിലനിർത്തി. ചാവക്കാട്, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി നഗരസഭകളാണ് LDF നിലനിർത്തിയത്. ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും ഇത്തവണയും UDFിനൊപ്പം നിന്നു. വടക്കാഞ്ചേരി നഗരസഭ 42-ൽ 22 സീറ്റ് നേടി LDF നിലനിർത്തി. കുന്നംകുളത്ത് 18 സീറ്റോടെ LDF മുന്നിലെത്തിയെങ്കിലും കേവല ഭൂരിപക്ഷമില്ല. UDF 9, NDA 7, RMP 4 എന്നിങ്ങനെയാണ് മറ്റ് കക്ഷിനില. ഇരിങ്ങാലക്കുടയിൽ 43-ൽ 22 ഡിവിഷൻ നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. ഇവിടെ LDFന് 12 സീറ്റും NDAക്ക് 6ഉം ലഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ഒരിക്കൽ കൂടി ചുവപ്പണിഞ്ഞു. 46 അംഗങ്ങളുള്ള നഗരസഭയിൽ 22 സീറ്റ് ഇടതിനാണ്. കഴിഞ്ഞ തവണ 21 കൗൺസിലർമാരെ വിജയിപ്പിച്ച BJPക്ക് ഇത്തവണ 18 പേരെ മാത്രമാണ് കൗൺസിലിൽ എത്തിക്കാനായത്. ചാവക്കാട് നഗരസഭ 5ാം തവണയും LDF നിലനിർത്തി. ആകെയുള്ള 33-ൽ LDF 21, UDF 12, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് കക്ഷിനില. NDAക്ക് ഇത്തവണയും ഇവിടെ അക്കൗണ്ട് തുറക്കാനായില്ല. 46 അംഗ ഗുരുവായൂർ നഗരസഭയിൽ 23 സീറ്റ് നേടി LDF ഭരണം നിലനിർത്തി. 23 ഇടതാണ് ചെങ്കൊടി പാറിയത്. UDFന് 16 സീറ്റും NDAക്ക് 2 സീറ്റും മറ്റുള്ളവർക്ക് 5 സീറ്റും ലഭിച്ചു. 37 അംഗ ചാലക്കുടി നഗരസഭയിൽ 21 സീറ്റ് കരസ്ഥമാക്കി UDF ഭരണം നിലനിർത്തി. സ്വതന്ത്രർക്ക് 10 സീറ്റ് ലഭിച്ചപ്പോൾ LDFന് 5ഉം NDAക്ക് 1 സീറ്റും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുട നഗരസഭ ഭരണം UDF നിലനിർത്തി. 43 വാർഡുകളുള്ള നഗരസഭയിൽ 22 സീറ്റുകൾ നേടിയാണ് ഭരണം നിലനിർത്തിയത്. 2 UDF സ്വതന്ത്രന്മാരും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. ടൗണിലും പൊറത്തുശ്ശേരി മേഖലയിലും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത് UDF വിജയത്തിന് തിളക്കം കൂട്ടി. ടൗണിൽ BJPയുടെ 2 സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്തു. UDF ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ MP ജാക്സൺ വിജയിച്ചു. 13 സീറ്റുകൾ മാത്രമാണ് LDFന് നേടാനായത്. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് കുറവാണ് LDFന് ലഭിച്ചത്. LDF ചെയർമാൻ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന RL ശ്രീലാൽ പരാജയപ്പെട്ടതും തിരിച്ചടിയായി. 10-ലധികം സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന BJPക്ക് നേടാനായത് 6 സീറ്റുകൾ മാത്രമാണ്. 2 സിറ്റിംഗ് സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടു. BJPയുടെ സീനിയർ നേതാവായ സന്തോഷ് ബോബൻ പരാജയപ്പെട്ടതും തിരിച്ചടിയായി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മത്സരിച്ച് PR അരവിന്ദാക്ഷൻ പരാജയപ്പെട്ടു. കരുവന്നൂർ കേസിൽ 15ാം പ്രതിയായിരുന്നു അരവിന്ദാക്ഷൻ. മംഗലം സൗത്ത് ഡിവിഷനിൽ 8 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സണ്ണി പുത്തൂക്കരയോട് PR അരവിന്ദാക്ഷൻ പരാജയപ്പെട്ടത്. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തൃശൂർ കോർപ്പറേഷൻ പാട്ടുരായ്ക്കൽ ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. ഇതേസമയം KPCC സെക്രട്ടറി A പ്രസാദ് സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ വിജയിച്ചു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ തൃശൂർ കോർപ്പറേഷൻ കോട്ടപ്പുറം ഡിവിഷനിൽ 745 വോട്ടുകൾ നേടിയപ്പോൾ NDA സ്ഥാനാർത്ഥി തുല്യ വോട്ടുകൾ നേടി. തുടർന്ന് നറുക്കെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ അജിത ജയരാജൻ കൊക്കാലെ ഡിവിഷനിൽ പരാജയപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് V നന്ദകുമാർ ചേറൂർ ഡിവിഷനിൽ പരാജയപ്പെട്ടു. AICC സെക്രട്ടറി അനിലകര അടാട്ട് പഞ്ചായത്ത് 15ാം വാർഡിൽ വിജയിച്ചു. KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഇരിങ്ങാലക്കുട നഗരസഭ 22ാം വാർഡിൽ വിജയിച്ചു. 28 വോട്ടുകൾക്കാണ് വിജയം. കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ VS സുജിത്ത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. ചൊവ്വന്നൂർ വാർഡിൽ മത്സരിച്ച സുജിത്ത് 765 വോട്ടുകൾക്കാണ് ഇടത് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത്. TCV, തൃശൂർ. കുന്നംകുളം നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ LDF 18 സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായത്. ഇത്തവണ 39 വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. 18 സീറ്റിൽ LDF, 9 സീറ്റിൽ UDF, 7 സീറ്റിൽ NDAയും 4 സീറ്റിൽ RMPയും 1 സീറ്റിൽ സ്വതന്ത്രനും വിജയിച്ചു. LDFന്റെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. 13 വോട്ടിനാണ് NDA സ്ഥാനാർത്ഥി അനൂപിന്റെ വിജയം. വിജയിച്ച സ്ഥാനാർത്ഥികൾ പ്രവർത്തകർക്കൊപ്പം നഗരത്തിൽ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ ഒരിക്കൽ കൂടി ചുവന്നു. നഗരസഭാ ഭരണം LDF നിലനിർത്തി.
46 കൗൺസിലിൽ 25 പേരുടെ പിന്തുണയോടെയാണ് LDF വിജയം നേടിയത്. കഴിഞ്ഞ കൗൺസിലിൽ 22 കൗൺസിലർമാരാണ് LDFന് ഉണ്ടായിരുന്നത്. പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച BJP ഇക്കുറി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ തവണ 21 കൗൺസിലർമാരുണ്ടായിരുന്ന BJPക്ക് ഇക്കുറി 18 പേരെ മാത്രമേ വിജയിപ്പിക്കാനായുള്ളൂ. കോൺഗ്രസ് 1 നിന്നും 3 അംഗബലം വർദ്ധിപ്പിച്ചു. ഭരണം ലഭിക്കാതെ പോയതിനൊപ്പം ഉറച്ച സീറ്റുകൾ നഷ്ടപ്പെട്ടതും BJPയെ അലട്ടുകയാണ്. എൽത്തുരുത്ത്, പെരുന്തോട് വാർഡുകൾ നഷ്ടമായതിനു പുറമെ തൈവെപ്പ് വാർഡും BJPയെ കൈവിട്ടു. അതേസമയം സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് CPI. കണക്കൻകടവ്, VP തുരുത്ത്, കോട്ട, ചേരമാൻ എന്നീ വാർഡുകളാണ് CPIയെ കൈവിട്ടത്. പ്രമുഖ നേതാക്കളായ PP സുഭാഷ്, PO ദേവസി എന്നിവർ പരാജയപ്പെട്ടതും പാർട്ടിക്ക് ക്ഷീണമായി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ തലം. ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെട്ടുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ചവക്കട നഗരസഭ 5ാം തവണയും LDF നേടി. ആകെയുള്ള 33 സീറ്റിൽ LDF 21, UDF 12 എന്നിങ്ങനെയാണ് കക്ഷിനില. BJP ഇത്തവണയും അക്കൗണ്ട് തുറന്നില്ല. നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖല LDFന് കരുത്തേകിയപ്പോൾ കിഴക്കൻ മേഖലയിൽ UDFനാണ് മേൽക്കൈ. ഗുരുവായൂർ നഗരസഭയിൽ തുടർച്ചയായ 6ാം തവണയും വിജയക്കൊടി പാറിച്ച് LDF 46 സീറ്റിൽ 26 നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. UDFന് 12 സീറ്റ് ഉണ്ടായിരുന്നത് 17ലേക്ക് വർദ്ധിപ്പിക്കാനായി. NDA 2 സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണയും ആവർത്തിച്ചു. LDF 26, UDF 17, NDA 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. മത്സരിച്ച 3 സീറ്റിലും മുസ്ലിം ലീഗ് ജയം നേടി. LDF സ്ഥാനാർത്ഥികൾ 4 വാർഡുകളിൽ 3ാം സ്ഥാനത്തായി. ഇതിൽ 3 വാർഡുകളിൽ NDAയും 1 വാർഡിൽ UDFും 2ാം സ്ഥാനം നേടി. 33ാം വാർഡിൽ 3 വോട്ടിനാണ് LDFന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 44ാം വാർഡിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥി ആൻഡോ തോമസ് ആണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത്. 485 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇദ്ദേഹം ജയിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥികൾ നഗരത്തിൽ പ്രകടനം നടത്തി. LDFന്റെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് മിന്നും വിജയം. ആകെയുള്ള 30 ഡിവിഷനുകളിൽ 21 ഡിവിഷനിലും വിജയിച്ചാണ് LDF മികച്ച വിജയം നേടിയത്. UDF സ്ഥാനാർത്ഥികളായ വടക്കേക്കാട് ഡിവിഷനിൽ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ചൂണ്ടൽ ലീല രാമകൃഷ്ണൻ, പുത്തൂർ EA ഓമന, അതിരപ്പള്ളി ഡാർലി പോൾ, കൊരട്ടി അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി, ആളൂർ കാവ്യ രഞ്ജിത്ത്, മാള പോൾ സാജൻ കൊടിയൻ, ചേർപ്പ് CK വിനോദ്, കടപ്പുറം ശ്രീഷ്മ ബാബുരാജ് എന്നിവരും LDF സ്ഥാനാർത്ഥികളായ കാട്ടക്കാമ്പാൽ ഡിവിഷനിൽ MV പ്രസാദ് മാസ്റ്റർ, എരുമപ്പെട്ടി മീന സാജൻ, വള്ളത്തോൾ നഗർ ബുഷറ ടീച്ചർ, തിരുവല്ലോമല KR സത്യൻ, ചേലക്കര KR മായ ടീച്ചർ, വാഴാനി മേരി തോമസ്, അവണൂർ പ്രസാദ്, പീച്ചി PS വിനയൻ, ആമ്പല്ലൂർ ഷീല, കൊടകര KJ ഡിക്സൺ, മുരിയാട് ജോസ് J ചിറ്റിലപ്പള്ളി, പറപ്പൂക്കര അമ്പിളി വേണു, കാട്ടൂർ TK സുധീഷ്, എറിയാട് നൌഷാദ്, വെള്ളാങ്കല്ലൂർ CB ഷക്കീല ടീച്ചർ, കയ്പമംഗലം KS ജയ, തൃപ്രയാർ അമൽ T പ്രേമൻ, താന്യം KP സന്ദീപ്, അന്തിക്കാട് സലിജ ടീച്ചർ,
തളിക്കുളം PI സജിത, മുല്ലശ്ശേരി രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവരുമാണ് വിജയിച്ചത്. TCV തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തിയുടെ ദുഷ്പ്രചാരണങ്ങളിലും കുടിലതന്ത്രങ്ങളിലും ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ഇനിയും ശക്തമാകേണ്ടതുണ്ട്. അതിനുള്ള മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDA മുന്നോട്ട് വച്ച വികസനവും വിശ്വാസവും എന്ന ആശയം ജനങ്ങൾ സ്വീകരിച്ചുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. UDF-നും LDF-നുമെതിരെ ചിന്തിക്കുന്നവരെ ഒന്നിച്ചണിനിരത്താൻ കഴിഞ്ഞുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ വിജയം ഊർജ്ജം പകരുമെന്നും MT രമേശ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ മുമ്പൊരിക്കലുമില്ലാത്ത വലിയ മുന്നേറ്റമാണ് ഇന്ന് കൈവരിച്ചിട്ടുള്ളത്. ഞങ്ങൾ മുമ്പോട്ട് വെച്ച വികസനം, വിശ്വാസം എന്ന രണ്ട് ആശയങ്ങളും അതിന് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണയുണ്ട് എന്ന് ബോധ്യമാകുന്നൊരു തിരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൽ LDF-ഉം UDF-ഉം മാത്രമേ ജയിക്കാനും ഭരിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് കേരളത്തിലുടനീളം ഈ പ്രാവശ്യം തകർന്നു പോയിട്ടുള്ളത്. LDF-നും UDF-നുമെതിരായി കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും വിരുദ്ധമായി ചിന്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരു വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ ആശയത്തിന് കേരളത്തിൽ സ്വീകാര്യതയുണ്ട്. കേരളത്തിലെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർ സമൂഹം അതിനെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് BJP-യെയും NDA-യെയും വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. ഒരു ഡസൻ മന്ത്രിമാർ LDF-ന് വേണ്ടി അവിടെ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ആവർത്തിച്ച് ഞങ്ങളെ വെല്ലുവിളിച്ചപ്പോഴെല്ലാം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് തലസ്ഥാന നഗരിയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ്. അത് അക്ഷരം പ്രതി അന്വർത്ഥമാക്കിയിട്ടുള്ള ഫലമാണ് തലസ്ഥാന നഗരിയിൽ ഉണ്ടായത്. ഒരു മൂന്നാം രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലക്ക് കേരളത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാരോടുമുള്ള നന്ദി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ബഹുദൂരം മുമ്പോട്ട് പോകാൻ ഈ പ്രാവശ്യം BJP-ക്കും NDA-ക്കും സാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ UDF-ന് വൻ വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് 9.5 വർഷത്തെ ഭരണവിരുദ്ധ വികാരമാണ് UDF-ന് വൻ മാറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ വോട്ടർമാർക്ക് ചെമ്പേതാണ് തങ്കമേതാണ് എന്ന് ഉരച്ചു നോക്കാതെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചുവെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോർപ്പറേഷനിൽ NDA 2 സീറ്റ് അധികം നേടിയെങ്കിലും അത് നിറം മങ്ങിയ വിജയമാണ്. പാർട്ടിയുടെ നയപരിപാടികളുമായി ചേർന്നു പോകുന്നവർക്ക് കടന്നുവരാം. കുരിയച്ചിറയിൽ വിജയിച്ച വിമതൻ ഷോമി ഫ്രാൻസിസ് ഇപ്പോൾ പാർട്ടിയിലില്ല. പുറത്തുപോയ അദ്ദേഹം മടങ്ങിവരുമെന്ന് കരുതുന്നില്ല. അവിനിശ്ശേരിയിൽ മതേതര സംവിധാനം പുലരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആലോചിച്ച് വേണ്ടതു ചെയ്യുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവിടുത്തെ വോട്ടർമാർ ഐക്യജനാധിപത്യ മുന്നണിയെ വിശ്വാസത്തിലെടുത്തു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവാണ്. അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ കരുത്തും ഊർജവുമാണ് നൽകുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം, ആ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ആ 10 വർഷം പാഴായിപ്പോയി എന്നുള്ളതായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. അത് അക്ഷരാർത്ഥത്തിൽ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ അത് മുഖവിലക്കെടുത്തു എന്ന് തന്നെയുള്ളതാണ്. മറ്റുള്ള ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ഗ്രാമപഞ്ചായത്തായാലും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്. തീർച്ചയായും ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിടും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില വീഴ്ചകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിജയത്തിൽ ഞങ്ങൾ പൂർണ്ണമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ അഹങ്കരിക്കുന്നില്ല. തെറ്റുകളൊക്കെ പരിശോധിച്ച്
കൂട്ടായ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകും. അത് ഞങ്ങൾക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടമുണ്ടാക്കാൻ കരുതുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഊർജ്ജമാണ്. കുറവുകളെല്ലാം പരിഹരിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുമെന്നും മേയറെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് വലിയ മുന്നേറ്റമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. UDFനുണ്ടായ വിജയം താൽക്കാലികമാണ്. സർക്കാരിന്റെ ഭരണപരാജയം ഇതോടെ വ്യക്തമായെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP മുന്നോട്ടുവച്ച വികസിത കേരളം എന്ന മുദ്രാവാക്യം ജനങ്ങൾ സ്വീകരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത് തെളിയിക്കുന്നു. കേരളത്തിൽ 20% വോട്ട് നേടിയാണ് BJP മുന്നേറിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരിച്ചടി അതിജീവിച്ച അനുഭവം ഇടതുപക്ഷത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളുമായി UDF പരസ്യവും രഹസ്യവുമായി നീക്കുപോക്ക് ഉണ്ടാക്കി CPMന് സംഘടനാപരമായ പോരായ്മകൾ ഉണ്ടോയെന്ന് വിശദമായി വിലയിരുത്തും. ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലും. സംസ്ഥാനത്ത് LDF വിരുദ്ധ വികാരമില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരിനെ ജനം വെറുക്കുന്നു. CPM കളിച്ച ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന്റെ ഗുണഭോക്താവാണ് BJP എന്നും സതീശൻ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ജയം ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം തന്നെയെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM നേതാവ് MM മണിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. MM മണിയുടേത് ഹാലിളകിയ പ്രതികരണമെന്ന് OJ ജനീഷ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഉരച്ചു നോക്കുന്തോറും ചെമ്പ് പുറത്തുവരുന്ന മുന്നണിയാണ് LDF എന്നും ജനങ്ങളെ അവഹേളിക്കുവാനാണ് തീരുമാനമെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ വലിയ കോട്ടകൾ ഐതിഹാസികമായ ഒരു വിജയമാണ്, തിരിച്ചുവരവാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുന്ന സർക്കാർ വിരുദ്ധ വികാരം വളരെ പ്രകടമായിരുന്നു. ഇടതുപക്ഷം അവരുടെ വലിയ കോട്ടകളെന്ന് കെട്ടിപ്പോക്കി കൊണ്ട് നടന്ന പലയിടങ്ങളും തകർന്നു വീഴുന്ന കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ UDFൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല സീറ്റുകളും തിരിച്ചുപിടിക്കാനും പല പ്രാദേശിക ഭരണകൂട സംവിധാനങ്ങളും തിരിച്ചുപിടിക്കാനും ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഈ നാട്ടിലെ ജനങ്ങളുടേത് കൂടിയാണ്. കാരണം കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ സംസ്ഥാനത്തിനകത്ത് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ജനദ്രോഹകരമായ നടപടികൾ വലിയ വിലക്കയറ്റത്തിലേക്ക് നയിച്ചത്, വലിയ നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചത്, ഏറ്റവും അവസാനം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്, അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നും അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും, സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് ഈ സംസ്ഥാനത്തിനകത്ത് വലിയ പ്രചരണം നടത്തുകയും, എന്നാൽ മലയാളത്തിലെ പ്രമുഖയായ ഒരു ചലച്ചിത്ര നടി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത്. പിന്നെ ചലച്ചിത്ര താരത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയത്, പ്രോസിക്യൂഷൻ്റെ പരാജയം ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെതിരെ അതിശക്തമായ ഒരു ജനവികാരം ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. തൃശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികൾക്കും ഒട്ടേറെ രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ വിലയിരുത്തലുകളിലേക്ക് വരും ദിവസങ്ങളിൽ നേതൃത്വം കടക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ നേടിയ വൻ വിജയത്തിന് ശേഷം ഇപ്പോഴാണ് ജില്ലയിലെ UDF നേതൃത്വം മനസ്സറിഞ്ഞ് ചിരിക്കുന്നത്. ലീഡർ K കരുണാകരന്റെ തട്ടകമെന്ന് അഭിമാനിക്കുന്ന തൃശൂരിൽ തല ഉയർത്തി നിൽക്കാവുന്ന രാഷ്ട്രീയ വിജയം നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കോർപ്പറേഷൻ ഭരണത്തിൽ ആധികാരികമായി ആധിപത്യം പുലർത്താൻ കഴിഞ്ഞത് മുന്നണിക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും 2020 മുന്നേറാൻ കഴിഞ്ഞു. എന്നാൽ നഗരസഭകളിൽ പ്രതീക്ഷിച്ച നേട്ടമില്ല. ജില്ലാ പഞ്ചായത്ത് ഭരണവും അകന്നുനിന്നു. രാഷ്ട്രീയ വിധിയെഴുത്തായി കരുതപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ വോട്ട് കണക്ക് UDF നേതൃത്വത്തിന് വിശദമായി വിലയിരുത്തേണ്ടി വരും. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ ആഴത്തിൽ പരിശോധിക്കണമെന്ന ആവശ്യവും പരിഗണിക്കേണ്ടി വരും. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത് തിരിച്ചടി അല്ലെന്നാണ് CPM വിലയിരുത്തൽ. കഴിഞ്ഞ തവണ ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് വിമതന്റെ പിന്തുണയോടെയാണ് ഭരണത്തിലേറിയത്. അതിനു മുൻപ് 2015 2 സ്വതന്ത്രരെ ഒപ്പം നിർത്തിയാണ് ഭരണകാലാവധി തികച്ചത്. എങ്കിലും നഗരത്തിൽ BJPയുടെ വളർച്ച ഇടത് സ്വാധീനം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എണ്ണം കൊണ്ട് ഇപ്പോഴും UDFനേക്കാൾ മുന്നിലാണെങ്കിലും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം അംഗീകരിച്ചുള്ള തിരുത്തലുകളിലേക്ക്
ഇടത് നേതൃത്വം നീങ്ങും. 7 നഗരസഭകളിൽ 5 നിലനിർത്താൻ കഴിഞ്ഞതും ജില്ലാ പഞ്ചായത്ത് ഭരണം കൈവിട്ടു പോകാതെ കാത്തതും മുന്നോട്ടുള്ള രാഷ്ട്രീയ വഴികളിൽ LDFന് ആത്മവിശ്വാസം നൽകുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയ വിജയത്തിന്റെ ഊർജം കോർപ്പറേഷനിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയാത്തത് BJPക്ക് നിരാശ സമ്മാനിക്കുന്നു. അന്ന് 30 ഡിവിഷനുകളിൽ മുന്നിലെത്തിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറെ മാറ്റം വന്നു. ഒപ്പം നിന്ന സാമുദായിക ഘടകങ്ങൾ അകന്നുപോയി. ജയിച്ച ശേഷം സുരേഷ് ഗോപി ഉൾപ്പെട്ട വിവാദങ്ങൾ ഉലച്ചോ എന്നും ആലോചിക്കണം. എങ്കിലും 6 നിന്നും 8 സീറ്റുകളുടെ എണ്ണം ഉയർത്തിയെന്ന് ആശ്വസിക്കാമെന്ന് മാത്രം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏറെ ദൂരമില്ലാത്തതിനാൽ മുന്നണികൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. തദ്ദേശ ജനവിധി ചാലുകീറിയ രാഷ്ട്രീയ നിലത്ത് പതിരൊഴിഞ്ഞ വിത്തെറിഞ്ഞ് നേട്ടങ്ങളുടെ കതിർക്കറ്റകൾ കൊയ്തെടുക്കാൻ ഇനിയും ഏറെ വിയർപ്പൊഴിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് TCV. 40 വർഷത്തിന് ശേഷം പുന്നയൂർകുളം പഞ്ചായത്ത് UDF തിരിച്ചുപിടിച്ചു. UDF 9, LDF 7, BJP 4, SDPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കടപ്പുറം പഞ്ചായത്ത് UDF നിലനിർത്തി. ഒരുമനിയൂരിൽ 14-ൽ 11 സീറ്റും നേടി UDF ഭരണം തിരിച്ചുപിടിച്ചു. പുന്നയൂർ പഞ്ചായത്തും UDF തിരിച്ചുപിടിച്ചു. പാറളം പഞ്ചായത്തിലേക്കും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് കോടന്നൂരിലെ യുവദമ്പതികൾക്ക് മിന്നും ചെയ്യാം. പാറളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലേക്ക് മത്സരിച്ച റിൻസി ജൂബിയും കോടന്നൂർ ഡിവിഷനിൽ നിന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജൂബി മാത്യുവുമാണ് വിജയിച്ചത്. റിൻസി ജൂബി 320 വോട്ടിന്റെയും ജൂബി മാത്യു 225 വോട്ടിന്റെയും ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. നിലവിൽ പാറളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അംഗമാണ് ജൂബി മാത്യു. വോട്ടെണ്ണൽ നില അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ സംവിധാനമൊരുക്കി ജില്ലാ ഭരണകൂടം. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നേരിട്ട് നൽകാനായി 2 വലിയ സ്ക്രീനുകളാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ മീഡിയ സെന്ററിൽ ഒരുക്കിയത്. വെബ്സൈറ്റിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനായി 10ഓളം ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മീഡിയ സെന്ററിലെത്തി മാധ്യമപ്രവർത്തകരുമായി മീഡിയ സെന്ററിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തി. തൃപ്രയാർ ഏകാദശിക്ക് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി തൃശൂർ റൂറൽ പോലീസ്. കൊടുങ്ങല്ലൂർ DYSP PC ബിജുകുമാർ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കും. ക്ഷേത്ര പരിസരത്തെ 6 സെക്ടറുകളായി തിരിച്ചാണ് സുരക്ഷയൊരുക്കുക. ഭക്തർക്ക് സുഗമമായും സുരക്ഷിതമായും ഏകാദശിയിൽ പങ്കെടുത്ത് മടങ്ങാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. വെട്ടുകാട് വീട്ടിൽ നിയമവിരുദ്ധമായി സൂക്ഷിച്ചിരുന്ന 60 കിലോ ചന്ദനമരം വനം വകുപ്പ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടുകാട് സ്വദേശി കരിപ്പാശ്ശേരി രാഘവനെ മാന്നാമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ചന്ദനത്തടികൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി തൊലിച്ചെത്തിയാണ് സൂക്ഷിച്ചിരുന്നത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,160 രൂപ, പവന് 97,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന്റെ തിരിച്ചുവരവ്. നഗരസഭകളിലും ത്രിതല പഞ്ചായത്തുകളിലും UDFന് തകർപ്പൻ മുന്നേറ്റം. ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിയേറ്റ് LDF. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച് NDA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നില മെച്ചപ്പെടുത്തി UDF. ജില്ലയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ 7 പഞ്ചായത്തുകൾ. 10 വർഷത്തിന് ശേഷം ചരിത്ര വിജയവുമായി തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച് UDF. LDF തകർന്നടിഞ്ഞപ്പോൾ NDA നില മെച്ചപ്പെടുത്തി. നഗരസഭകളുടെ ഭരണത്തിൽ ജില്ലയിൽ തൽസ്ഥിതി തുടരും. 5 നഗരസഭകളിൽ LDFും 2 നഗരസഭകളിൽ UDFും ഭരണം തുടരും. കുന്നംകുളം നഗരസഭയിൽ കേവലം ഭൂരിപക്ഷമില്ലാതെ LDF. വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മത്സരിച്ച PR അരവിന്ദാക്ഷന് പരാജയം. ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തി LDF. ആകെയുള്ള 30 ഡിവിഷനിൽ 21 ഡിവിഷനിലും LDF മികച്ച വിജയം നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി
9.5 വർഷത്തെ ഭരണവിരുദ്ധ വികാരമാണ് UDFന് വൻ മാറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. NDA മുന്നോട്ട് വെച്ച വികസനവും വിശ്വാസവും എന്ന ആശയം ജനങ്ങൾ സ്വീകരിച്ചുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.